നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങി വെച്ചതായിട്ടുള്ള പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും അനുഭവജ്ഞാനത്തിന്റെ വെളിച്ചത്തിലും ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ വിപുലീകരണം എന്ന നിലയിൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ദീർഘകാല പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഇതിന്റെ ഒരു പ്രാബല്യത്തിലും പ്രവർത്തന തലത്തിലും എത്തിച്ചേരുക എന്നതൊക്കെ തന്നെ ജൂൺ മാസം മുതൽ അത് പ്രവർത്തനക്ഷമമാകുവാനും വരുമാന മാർഗത്തിനും യോഗമുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിയതായിട്ടുള്ള പല ദീർഘകാല പദ്ധതികളായതുകൊണ്ട് അത് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും കാലത്തിന്റെ മാറ്റവും ഇത്രയും കാലം അധ്വാനിച്ചതിന്റെ അനുഭവജ്ഞാനവും ആയിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. ഇതിന്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി തന്നെ വളരെ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. വർഷങ്ങളായിട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ എത്തിച്ചേർന്നിട്ടുള്ള പലർക്കും, സ്ഥിരതാമസമാക്കിയുള്ള പലർക്കും ജന്മനാട്ടിൽ ഓണാഘോഷത്തിനോടൊപ്പം അനുബന്ധമായിട്ട് വന്നു ചേരുവാനും പുണ്യതീർത്ഥയാത്രകൾക്കും വിശേഷപ്പെട്ട ദേവാലയ ദർശനങ്ങൾ നടത്തുവാനും അവസരം ഉണ്ടായിത്തീരും. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിലേർപ്പെടുവാനും നൂതന കൃഷി രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ കൃഷി വകുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൂർണ്ണ സഹകരണവും കൂടി ഇതിൽ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരും. ചില മാസങ്ങളിൽ സാംക്രമിക രോഗങ്ങൾ, മറ്റു ചില മാസങ്ങളിൽ പകർച്ചവ്യാധി, ഇനി ഇതൊന്നും അല്ലാച്ചാൽ ഭക്ഷണ ക്രമീകരണങ്ങളുടെ അപാകതകൾ, ജീവിതശൈലി രോഗങ്ങൾ, ഇങ്ങനെ ഒന്ന് ഇടവിട്ട മാസങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം. യോഗയും പ്രാണായാമവും ഭക്ഷണ ക്രമീകരണങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം.